ഇല്ലായ്കയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ തൻ്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും 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 നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം സ്ഥാനങ്ങളിൽ. നിങ്ങളെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് ഒട്ടും ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഒന്ന്, വിശ്വാസത്തിൽ ജീവിക്കുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമല്ല. വിശ്വാസത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ തകർക്കുന്നതിന് അവനെല്ലാം ചെയ്യും. വിശ്വാസം വിട്ട് പുറത്തു ഒരു വ്യക്തിയെ കൊണ്ടുപോകേണ്ടതിന് പിശാച് എപ്പോഴും ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുന്നു. വിശ്വാസത്തിൽ ജീവിക്കുന്നവർ ഇതൊക്കെയും കടന്ന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വിലയേറിയ നന്മകൾ പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കെന്നത്ത് കെഹിൻ ഇങ്ങനെ പറഞ്ഞു, പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അന്യഭാഷയാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നതും അന്യഭാഷയെക്കുറിച്ച് പഠിക്കുന്നതും പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷയോടുകൂടി പ്രാപിക്കേണ്ടതിന് ജനങ്ങളെ നടത്തുന്നതും അന്യഭാഷയുടെ രഹസ്യങ്ങളെ, മർമ്മങ്ങളെ മനസ്സിലാക്കി അതിന് നേരെ പോകുന്നതും പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ലോകത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ സംസാരിക്കുന്നവർ പല കോടികളായിരുന്നാലും അന്യഭാഷ എന്നുള്ളത് എന്താണെന്ന് വ്യക്തമായി പഠിച്ച് അന്യഭാഷയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് യേശുവിൻ്റെ ജീവിതത്തിനൊപ്പമുള്ള ഒരു ജീവിതം ചെയ്ത് പിശാചിന്റെ രാജ്യത്തെ നിർമൂലമാക്കി രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ ഉണർവ് കൊണ്ടുവന്നത് കുറച്ച് പേരത്രേ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ ഒരിക്കലും കേട്ട് കാണത്തില്ല. എൻ്റെ 20 വർഷ വിശ്വാസ ജീവിതത്തിൽ ഒരിക്കലും എവിടെയും ഞാൻ അന്യഭാഷയെക്കുറിച്ച് ക്ലിയറായിട്ട് പഠിപ്പിക്കുന്ന ഒരു പഠനം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ബംബായ് പട്ടണത്തിൽ അഭിഷേകം പ്രാപിച്ച അന്ന് മുതൽ ആരും പറഞ്ഞു തരാതെ, ഒന്നും അറിയാതെ തന്നെ അന്യഭാഷയിൽ മണിക്കൂറുകൾ സംസാരിക്കുവാൻ തുടങ്ങി. ആ എക്സ്റ്റസിയിലേക്ക് ഞാൻ കടന്നുപോയി. ആ അനുഭവം എന്നെ വളരെ സന്തോഷിപ്പിച്ചു. രാത്രിയും പകലും അന്യഭാഷ സംസാരിക്കുന്നത് എൻ്റെ ഒരു ബിസിനസ് ആയിരുന്നു.
കഴിഞ്ഞ 20 വർഷങ്ങളിൽ ഞാൻ കണക്കിട്ടാൽ ഏതാണ്ടും 25,000 മണിക്കൂറിന് മുകളിൽ ഞാൻ അന്യഭാഷ സംസാരിക്കാൻ തന്നെ ചെലവിട്ടിരിക്കുന്നു. അതിൽ കൂടി ദൈവം വെളിപ്പെടുത്തിയ വിലയേറിയ മർമ്മങ്ങളുണ്ട്. അന്യഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീരത്തിൽ നിന്നും പുറത്തു പോകുവാൻ കഴിയും. അനേക ദൈവിക രഹസ്യങ്ങളും മർമ്മങ്ങളും അദ്ദേഹം അറിയുവാൻ കഴിയും. ദൈവത്തിന്റെ അടുക്കൽ കടന്നു വരാൻ കഴിയും. ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. നമ്മൾ ഈ കാണുന്ന ലോകത്തിൽ നിന്നും കാണാത്ത ആത്മീയ ലോകത്തിലേക്ക് കടന്നു പോകുവാനും അവിടെ ഇരിക്കുന്ന വളരെ കാര്യങ്ങളെ അറിയുവാൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിക്ക് കഴിയും. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു ദിവസം ഇന്ത്യയിലുള്ള എല്ലാ വിശ്വാസികളും ചേർന്ന് അവരവർ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് വെച്ച് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എല്ലാ വിശുദ്ധന്മാരും അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയെ ഭരിക്കുന്ന വലിയ കോവിലുകളൊക്കെ ഭൂമിയുടെ അകത്ത് പോകും. അവിടെ ഭൂകമ്പം ഉണ്ടാകും. അന്ന് ഇന്ത്യയിൽ വലിയൊരു ഉണർവുണ്ടാകും, റിവൈവൽ ഉണ്ടാകും. എനിക്കറിയാം, അന്യഭാഷയിൽ അത്ര ശക്തിയുണ്ട്. പുതിയ നിയമത്തിൽ നമുക്ക് കാണുന്ന എല്ലാ ദൈവിക വരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളൊക്കെയും പഴയ നിയമത്തിലുണ്ട്. പ്രവാചകന്മാർ, ദൈവത്തിന്റെ മനുഷ്യർ അതിനെ ഉപയോഗിച്ചു. അതിൽ കൂടി പുതിയ നിയമത്തിൽ നമ്മൾ കാണാതെ വളരെ വമ്പിച്ച കാര്യങ്ങളൊക്കെയും അവർ അനുഭവിച്ചു. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ കാണുമ്പോൾ ദാനിയേലിന് വിവിധ പ്രകാരമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എസേക്കിയേലിന്റെ ബുക്ക് നമ്മൾ പഠിക്കുമ്പോൾ എസേക്കിയേലിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഇന്ന് ഇത്ര പേര് പറയാറില്ല. അതുപോലെ ഏശയ്യാവിനുണ്ടായിരുന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പഴയ നിയമത്തിൽ വളരെ വളരെ വ്യക്തമായ അനുഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ പുതിയതായിട്ട് ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള വിലയേറപ്പെട്ട വിലയുയർന്ന ഒരു അനുഗ്രഹം, ഗിഫ്റ്റ്, അന്യഭാഷ. ഈ അന്യഭാഷ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കാനുള്ള എല്ലാ നന്മകളുടെയും വാതിലാകുന്നു. ഇതിൽ കൂടി അകത്ത് പ്രവേശിച്ച് പോയവരൊക്കെയും ദൈവത്തിൻ്റെ വിലയേറിയ നന്മകളെ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെയും ദയവായി ഒരു പേപ്പറിൽ കുറിച്ചു കൊള്ളണം. വചനങ്ങൾ എടുത്ത് ഞാനത് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഒത്തിരി രഹസ്യങ്ങളൊക്കെയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3-4 ദിവസം ഞാൻ ഒരു 10 മിനിറ്റ് പോലും എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ആ സ്ഥലത്ത് തന്നെ ഇരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇതിനെ റെഡിയാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ 20 വർഷങ്ങളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒത്തിരി അനുഭവങ്ങളൊക്കെയും വീണ്ടും വീണ്ടും കൊണ്ടുവന്നു. അതൊക്കെയും ഞാൻ ഈ 2 ദിവസത്തിൽ നിങ്ങളോട് പഠിപ്പിക്കുന്നത് മാത്രമല്ല, നിങ്ങളെ അതിലേക്ക് നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. There will be demonstrations. അതുപോലെ പുതിയ നിയമത്തിൽ വളരെ എളുപ്പമായിട്ട് എല്ലാവർക്കും ലഭിക്കാറുള്ള ഒരു ഗിഫ്റ്റ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ടങ്സ്, അന്യഭാഷയെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ എൻ്റെ അറിവിൽ സഭകളിൽ ഒത്തിരി പേര് അന്യഭാഷ വ്യാഖ്യാനം ചെയ്യാറില്ല. എല്ലാ സഭയിലും അന്യഭാഷ സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ അഭിഷേകം പ്രാപിച്ച ദിവസം മുതൽ മരിക്കുന്നതുവരെ അന്യഭാഷ മാത്രം സംസാരിക്കുന്നവരുണ്ട്. ചിലർ അന്ന് തുടങ്ങിയ ആ വാക്ക് തന്നെ വീണ്ടും 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 അവസാനം വരെ പറയും. അതിന് മുകളിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് അവർ കടന്നു പോകാറില്ല. നിങ്ങളെല്ലാവർക്കും കർത്താവിന് ഹിതമായാൽ അന്യഭാഷയെ വ്യാഖ്യാനിക്കുന്ന വരം ലഭിക്കുവാൻ കർത്താവ് സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സഭകളിൽ, നിങ്ങളുടെ ദിനംപ്രതി ജീവിതങ്ങളിൽ അന്യഭാഷയെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനും അതിനെ വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്ക് പറയുവാനും ഉള്ള ഒരു ശക്തി ദൈവം നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് കൈപൊക്കി കാണിക്കണം. ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലേക്ക് നടത്തും. 1, 2, 3, 4, 5, 6 പേര്. ഓക്കെ.
നിങ്ങളെല്ലാവരും ഇന്ന് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ സംസാരിക്കും. വിവിധ ഭാഷകളിൽ സംസാരിക്കും. ഒരു ഭാഷയല്ല, വിവിധ ഭാഷകളിൽ സംസാരിക്കും. കഴിഞ്ഞ 16 വർഷങ്ങളിൽ 1000, 10,000 ജനങ്ങളെ അന്യഭാഷയിലേക്കും അഭിഷേകത്തിലേക്കും വരങ്ങളെ പ്രഭവിക്കുവാനും നടത്തുവാൻ ദൈവം സഹായിച്ചു. ഇന്നും ദൈവം അതിന് നേരായി നിങ്ങളെ നടത്തും. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു പുതിയ അനുഭവം ഈ 2 ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കഷ്ടപ്പെട്ട ഒരു ജീവിതമല്ല, വളരെ വളരെ ഈസി ആയിട്ടുള്ളൊരു ജീവിതമായിട്ട് മാറും. പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിൻ്റെ മർമ്മങ്ങളെ, രഹസ്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള അഭിഷേകം ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ബൈബിൾ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് വെച്ചാൽ അത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റുള്ളവർക്ക് പകരപ്പെടുന്നതാണ്. ട്രാൻസ്പോർട്ടബിൾ. മോശെ യോശുവാവിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അകത്തിരുന്ന ആത്മീയ അനുഗ്രഹങ്ങളൊക്കെയും യോശുവാവിൽ കടന്നുപോയി. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരുന്നതും ഇവർ ഉപയോഗിച്ചതുമായ ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുപോയി. അതുപോലെ ദൈവം ഞങ്ങൾക്കും എനിക്കും തന്നിട്ടുള്ള ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളിൽ പകർന്നു തരും. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എനിക്ക് തന്നതൊക്കെയും എനിക്കല്ല, ദൈവത്തിൻ്റെ മക്കൾക്കും സഭയ്ക്കും അത്രേ. അതിലൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ എല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളും അതുപോലെ വളരുന്നതിൽ ദൈവത്തിന് വളരെ സന്തോഷമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് വളരെയേറെ സഭകൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അന്യഭാഷയും ആഗ്രഹിക്കുന്നില്ല? ഒന്ന്, ഈ ലോകത്തിൻ്റെ അധിപതിയായ പിശാച് അവരുടെ മനസ്സുകളെ കുരുടാക്കി വച്ചിരിക്കുന്നു, ബന്ധിച്ചു വച്ചിരിക്കുന്നു. അവർക്ക് ഈ അനുഗ്രഹത്തിൻ്റെ അകത്ത് പോകാതിരിക്കേണ്ടതിന് ഉപദേശപ്രകാരമായി അവൻ അവരെ ബന്ധിച്ചു വച്ചിരിക്കുന്നു. അതിലൊരു കാര്യം അവർ പറയുന്നത്, യേശു അന്യഭാഷ സംസാരിച്ചിരുന്നില്ല. യേശു അന്യഭാഷ സംസാരിക്കാത്തത് കണ്ട് നിങ്ങൾ അന്യഭാഷ സംസാരിച്ചിരുന്നില്ല. ഓക്കെ, പക്ഷേ യേശു ചെയ്ത വേറെ കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. യേശു ഭൂതങ്ങളെ പുറത്താക്കി, അത് നിങ്ങൾ ചെയ്യുന്നുവോ? അവരത് ചെയ്യുന്നില്ല. അപ്പോൾ യേശു പറഞ്ഞതൊക്കെയും ചെയ്തതൊക്കെയും അവർ ചെയ്തിട്ടില്ല. യേശു പറഞ്ഞു, എന്നെ വിശ്വാസിക്കുന്നവൻ ഞാൻ ചെയ്തതേക്കാൾ അധികം ചെയ്യും. ചിലപ്പോൾ യേശു ചെയ്യാത്തതിനെയും ചെയ്യുവാൻ കഴിയും. കഴിഞ്ഞ 2000 വർഷങ്ങളിൽ യേശു ചെയ്യാത്ത അത്ഭുതങ്ങൾ ലോകത്തിൽ ദൈവത്തിന്റെ മക്കൾ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് അന്യഭാഷ തീർന്നുപോയി, അവസാനിച്ചു. ബൈബിൾ പറയുന്നു അത് തീർന്നുപോയെന്ന് പറയുന്നില്ല, അത് അവസാനിക്കും എന്ന് പറയുന്നു. അത് പ്രസന്റ് ടെൻസോ പാസ്റ്റ് ടെൻസോ അല്ല, ഫ്യൂച്ചർ ടെൻസ് ആണ്. നടക്കുവാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിൽ കൂടി ഒരു കാര്യം മനസ്സിലാകുന്നു, അത് അവസാനിച്ചിട്ടില്ല, അതിപ്പോൾ ഉണ്ട്. അതിപ്പോൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മക്കൾ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നു. അതിനെ ആഗ്രഹിക്കുന്നവരെല്ലാം അതിനെ പ്രാപിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അന്യഭാഷയും പ്രാപിക്കേണ്ടതിന് നമുക്ക് വലിയ ഒരു ദാഹമുണ്ടായിരിക്കണം. ഡിസയർ, വലിയൊരു ദാഹമുണ്ടായിരിക്കണം. ലോകത്ത് ദൈവത്തിനു വേണ്ടി എഴുന്നേറ്റ് വമ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമക്കളൊക്കെയും അവർക്കുണ്ടായിരുന്ന ഒരു നല്ലൊരു സ്വഭാവം, അവർക്കൊരു ഭയങ്കരമായ ദാഹമുണ്ടായിരുന്നു. താങ്കൾ ഇരിക്കുന്ന നിലയിൽ തന്നെ ഇരുന്ന് ജീവിക്കുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ ലോകത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ, രോഗികളെ കാണുമ്പോൾ അവർക്ക് അങ്ങനെ മിണ്ടാതിരിക്കുവാൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും അവർക്ക് സൗഖ്യം ഉണ്ടാക്കണം എന്ന് അവർ ആഗ്രഹിച്ചു. ഈ ലോകത്തിൽ കഷ്ടതയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു സ്വസ്ഥത ഉണ്ടാക്കണം എന്ന് അവരാഗ്രഹിച്ചു. അവർക്ക് വലിയ ഒരു ദാഹമുണ്ടായിരുന്നു. ആ ദാഹത്തിൽ കൂടി അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് രാത്രിയും പകലും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും
കരയുകയും നിലവിളിക്കുകയും ചെയ്തു. അവർക്കൊക്കെയും ദൈവം അതിനെ കൊടുത്തു. ഹല്ലേലൂയ. വില്യം ബ്രൻഹാം, കാത്രിൻ ഗുൽമൻ, അലക്സാണ്ടർ ഡോവെ, പേര് പറയപ്പെടുന്ന ലോകത്തിൽ വമ്പിച്ച ദൈവത്തിന്റെ ഉണർവ് കൊണ്ടുവന്നവരൊക്കെയും ദൈവത്തിന്റെ അഭിഷേകത്തിന് വേണ്ടിയും അതിന്റെ നിറവിന് വേണ്ടിയും അവർ ദാഹിച്ചു മോഹിച്ചു കടന്നുപോയി. അപ്പോസ്തലനായ പൗൽ കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, covet the gifts of the Holy Spirit. covet. ഈ കവറ്റ് എന്ന് പറയുന്ന ആ വാക്ക് ഡിസയർ എന്ന് പറയുന്ന വാക്കിനേക്കാൾ വലിയതാണ്. ഡിസയർ എന്ന് പറയുന്നത് എനിക്കൊന്ന് വേണം. കവറ്റ് എന്ന് പറയുന്ന ആ വാക്ക് പഴയ നിയമത്തിൽ 10 കൽപ്പനകളിൽ ഇങ്ങനെ പറയുന്നത്, ഡു നോട്ട് കവറ്റ് അതേഴ്സ് വൈഫ്. വേറൊരുത്തന്റെ ഭാര്യയെ നീ എന്ത് ചെയ്യരുത്? ഇച്ഛിക്കരുത്, മോഹിക്കരുത്, നിനക്കായി എടുക്കരുത് എന്ന് പറയുന്ന ആ വാക്കിൽ ഈ കവറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ വേറൊരുത്തന്റെ ഭാര്യയെ ഇച്ഛിക്കുന്നവൻ, മോഹിക്കുന്നവൻ എത്രത്തോളം അവന്റെ ഫുൾ സ്ട്രെങ്തിൽ അവൻ ഡിസയർ ചെയ്ത് അതിലേക്ക് അവൻ അധ്വാനിച്ച് കടന്നു ചെയ്ത് ചെന്ന് എങ്ങനെയെങ്കിലും അവളെ വഴിതിരിച്ച് അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് പോലെ ദൈവത്തിന്റെ ആത്മീയ അനുഗ്രഹങ്ങൾക്കായി ഗിഫ്റ്റിന് വേണ്ടി നിങ്ങൾ വളരെ ദാഹിച്ച് മോഹിച്ച് അത് കിട്ടാതിരുന്നാൽ എന്നെ കൊണ്ട് ജീവിക്കുവാൻ പറ്റുകയില്ല എന്ന് വരുന്നിടത്തോളം നിങ്ങൾ കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ എതിന് ദാഹിച്ച് മോഹിക്കുന്നുവോ ആ ആത്മീയ വർധന, ആ ആത്മീയ അനുഗ്രഹം, ആ ആത്മീയ ഗിഫ്റ്റ് ദൈവം നിങ്ങൾക്ക് കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. covet the spiritual gifts. തമിഴ്നാട്ടിൽ DJ ദിനകരൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ കേരളത്തിൽ തിരുവല്ലയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ തന്നെ അദ്ദേഹം അഭിഷേകം പ്രാപിച്ചു. 10-15 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ റോഡുകളിൽ ചെന്ന് പ്രസംഗിക്കുകയും ട്രാക്റ്റുകൾ കൊടുക്കുകയും എങ്ങനെയൊക്കെ ചെയ്ത് ശുശ്രൂഷ ചെയ്തു. ചെറിയ മൈക്രോഫോൺ കൊണ്ടുവച്ച് സ്ട്രീറ്റുകളിൽ നിന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ദൈവമേ, നിന്റെ വരങ്ങൾ, യേശു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ രോഗികളെ സൗഖ്യമാക്കി, മുടവന്മാരെ അവൻ എഴുന്നേൽപ്പിച്ചു, മരിച്ചവരെ ഉയിരോട് അവൻ എടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തതുപോലെ എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ. എന്റെ കണ്ണിന് മുൻപേ ഒത്തിരി ജനങ്ങൾ നശിച്ചു പോകുന്നുവല്ലോ. അവർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ എന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചു അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും തുടങ്ങി. ദിവസം 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ശബ്ദമുയർത്തി അന്യഭാഷ സംസാരിച്ച് ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം യേശു അദ്ദേഹത്തിന്റെ മുറിയിൽ വന്നു. അദ്ദേഹം യേശുവിനെ കണ്ടു. യേശുവിൽ നിന്നും യേശുവിന്റെ സ്നേഹം അദ്ദേഹത്തിലേക്ക് കടന്നുപോയി. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പിതാവിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടെ സിംഹാസനത്തിൽ പിതാവ് ഇരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഒരു ഭയങ്കര ജ്യോതി, ഒരു ഭയങ്കര ലൈറ്റിന്റെ അകത്ത് ഒരു വ്യക്തി ഇരിക്കുന്നു. കണ്ണകത്ത് കാണുന്നു, ശരീരത്തിന്റെ അവയവങ്ങളൊക്കെയും കാണുന്നു. ദൂരത്തിലിരിക്കുന്നു. അടുക്കൽ പോയാൽ എരിഞ്ഞു പോവും, അത്രത്തോളം ഭയങ്കരമായ ശോഭയുടെ അകത്തിരിക്കുന്നു. അടുക്കൽ യേശു നിൽക്കുന്നു. പിതാവ് അവിടെ ഇരുന്ന് ചോദിക്കുന്നു, ഇടിമുളങ്ങിയതുപോലെ ഒരു ശബ്ദം, നിനക്ക് എന്തു വേണം? ഇദ്ദേഹം പറയുവാൻ ആഗ്രഹിച്ചു, കർത്താവേ, എനിക്ക് വരങ്ങൾ വേണമെന്ന്. അതിനു മുമ്പേ പിറകെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, നീ അങ്ങനെ പറയരുത്, പിതാവേ, നീ വേണമെന്ന് പറ എന്ന് പറഞ്ഞു. ഇത് വ്യക്തമായി അതിനെ കേൾക്കുന്നു. കേട്ടപ്പോൾ ദിനകരൻ പറഞ്ഞു, പിതാവേ, എനിക്ക് അങ്ങേ വേണം, നിങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പതുക്കെ ചിരിച്ചു. സന്തോഷമുണ്ടായി അദ്ദേഹത്തിന്. പിന്നെ ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അദ്ദേഹം പറഞ്ഞു, കർത്താവേ, 1000-ങ്ങളെ 10,000-ങ്ങളെ കർത്താവിന്റെ രാജ്യത്തിൽ കൊണ്ടുവരേണ്ടതിന്
എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരങ്ങളും തരണമെന്ന് ചോദിച്ചു. പിതാവ് പറഞ്ഞു, ഗിവൻ, റിസീവ് ഇറ്റ്, തന്നിരിക്കുന്നു, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അവിടെ തന്നെ ആ വരങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. നിങ്ങൾക്കറിയാം, ഈ നൂറ്റാണ്ടിൽ, ഈ 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു ദൈവത്തിൻ്റെ ദാസൻ DJ ദിനകരനായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർന്നു തരേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അതിനുവേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, ഒരപ്പൻ ഈ ലോകത്തിൽ നേടിവച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആർക്കുള്ളതാകുന്നു? മക്കൾക്കുള്ളതാകുന്നു. അതുപോലെ ദൈവം വച്ചിരിക്കുന്ന എല്ലാ വരങ്ങളും ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതാകും. അതിനെ ഈ ലോകത്തുള്ളവർക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല. വരങ്ങൾ ദൈവം നല്ലവർക്കും തുന്മാർക്കർക്കും അവൻ നല്ലത് ചെയ്യുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വരങ്ങൾ ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായാൽ നിങ്ങൾക്കത് കിട്ടും. എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു? ഹല്ലേലൂയ. നിങ്ങൾ മക്കളായാൽ സ്വാതന്ത്ര്യം എത്രയേ, ആ സ്വാതന്ത്ര്യം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുമ്പോൾ ദൈവം അതിനെ നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റുകളെക്കുറിച്ച്, വരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൽ ഉണ്ടായ ഒരു ലാഭം എന്നറിയാമോ? എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ജനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റിനെ കുറിച്ച് ശരിക്ക് പഠിക്കുന്നുവോ, ആ പഠിക്കുന്ന സമയം തന്നെ അവർ അതിനെ മനസ്സിലാക്കി എടുക്കുമ്പോൾ ആ ഗിഫ്റ്റ് അവർക്കുണ്ടാകും. ഒരിക്കൽ SR മനോഹർ എന്ന് പറയുന്ന ദൈവദാസൻ ഒരു ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ലാസ്റ്റിലുണ്ടായിരുന്നു, ബൈബിൾ കോളേജിൽ. അപ്പോൾ അധികം സ്റ്റേജിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് ഹീസ് ഫ്ലോയിങ് ഇൻ ദ സ്പിരിറ്റ്. കണ്ണ് തുറന്ന് വച്ചിട്ട് വിഷൻസ് പറഞ്ഞു, ഓരോരുത്തരുടെ രോഗങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അന്നാണ് നോക്കുന്നത്, കണ്ണ് തുറന്ന് വച്ചിട്ട് വിഷൻസ് നോക്കുന്നത്. ദാറ്റ് ഈസ് കാൾഡ് ഓപ്പൺ വിഷൻ. ദാറ്റ് ഈസ് ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് വിഷൻ. അപ്പൊ ഞാൻ പിറകിലിരുന്നിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, പരിശുദ്ധാത്മാവേ, ആ ഓപ്പൺ വിഷൻ ഇപ്പോൾ എനിക്ക് കിട്ടണം, യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ എടുക്കുന്നു, ആമേൻ എന്ന് പറഞ്ഞു. ഞാനതിനെ എടുത്തു. ഞാൻ പറയട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഓപ്പൺ വിഷൻ ഉണ്ട്. ഐ സീ തിങ്സ് ഓപ്പൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് അവിടെ ഇരുന്ന് പഠിച്ചവരിൽ ആരെങ്കിലും അങ്ങനെ ചോദിച്ചെടുത്തോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് ആവശ്യപ്പെട്ടു. ഞാനതിനെ എടുത്തു. അത് എൻ്റെ അടുക്കൽ വന്നു. ട്രാൻസ്പോർട്ടഡ് ടു മീ. ഞാനതിന് ഉപയോഗിക്കുന്നു. ഇന്ന് ഇനി കണ്ണ് മൂടേണ്ട ആവശ്യമില്ല. കണ്ണ് മൂടാതെ തന്നെ ഞാൻ എല്ലാം കാണും. ദാറ്റ് ഈസ് കാൾഡ് ഓപ്പൺ വിഷൻ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, പിലെയാം പറയുന്നു, ഐ saw the vision of the Almighty in open eyes. കണ്ണ് തുറന്നിരിക്കുമ്പോൾ എൽഷഡായിയുടെ ദർശനം ഞാൻ കാണുന്നു എന്നവൻ പറഞ്ഞു. ദാറ്റ് ഈസ് ഓപ്പൺ വിഷൻ. അതെനിക്ക് കിട്ടി. അതുപോലെ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ വരങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും, കർത്താവേ, അത് എനിക്ക് വേണം, ഞാൻ ഇദ്ദേഹത്തിൽ നിന്ന് അതിനെ വലിച്ചെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അതെനിക്ക് വരട്ടെ എന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് എടുത്തോളണം. വെറുതെ വന്നിരുന്നേച്ച് പോകരുത്, എടുത്തോളണം. നാളെ വൈകുന്നേരം ആകുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ളതും ഇല്ലാത്തതുമായ അനേക വരങ്ങളെ നിങ്ങൾ ലഭിച്ചെടുത്തിരിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ മുതൽ കൊണ്ട് അത് നടക്കും. നിങ്ങളതിനെ കാണും, നിങ്ങളതിനെ അനുഭവിക്കും, മറ്റുള്ളവർ അതിനെ അനുഭവിക്കുന്നത് നിങ്ങൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എൻ്റെ ആഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹവുമാകുന്നു. I feel the presence of God here. അവനിവിടെ ഉണ്ട്. നമുക്ക് 2 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് സിമ്പിളായിട്ട് അന്യഭാഷയിലൊന്ന് ഫ്ലോ ആകാം.
ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവർ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സിമ്പിളായിട്ട്, പിതാവേ, വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ എന്നിൽ പകരണമേ, എനിക്ക് അന്യഭാഷ ഇപ്പോൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട്, തരുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞിട്ട്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൊടുക്കുന്ന വരമനുസരിച്ച് അന്യഭാഷയിൽ സംസാരിക്കുവാൻ നിങ്ങളുടെ നാവിനെ അങ്ങ് വിട്ടുകൊടുക്കുക. സിമ്പിളായിട്ട് അങ്ങ് വരും. നിങ്ങളൊന്നും ചെയ്യണ്ട. ഇറ്റ്സ് എ ഗിഫ്റ്റ്. എ ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് അവൻ കൊടുക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സിമ്പിളായിട്ട്, കർത്താവേ എന്നെ നിറയ്ക്കണമേ, അന്യഭാഷ എനിക്ക് തരണമേ, ചുണ്ട് അങ്ങ് എടുത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിനെ പിടിക്കും, അന്യഭാഷ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അന്യഭാഷ പ്രാപിച്ചവരൊക്കെയും എൻ്റെ കൂടി ചേർന്ന് ശബ്ദമുയർത്താതെ ലളിതമായിട്ട്, സിമ്പിളായിട്ട് അങ്ങനെ നമുക്ക് ഫ്ലോ ആവാം. സ്പിരിറ്റ് ഓഫ് ഗാഡ് വിൽ മൂവ് ഓൺ യു. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മുകളിൽ അദ്ദേഹം അങ്ങനെ വ്യാപരിക്കും. വെൽക്കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ലോർഡ്. അവർ ഫ്രണ്ട് കം. Hallelujah. Shimalianduruluriundana makandaniandurushia. Ribilianderia shamalianduruburiandenikeliandana. Ribilianderi urushindalamaniandunukurubia. Ribili malahanderi luruyo, ribilianderi likushambuli bilibia. Welcome, Holy Spirit, mighty Spirit, the Spirit of God, Ruach Elohim, Ruach Elohim. Shimiliruri kilimanandere yandere biliandurushia. Kamale yandere biliuri kilimama mama mama mama. The healing spirit, the mighty wind of the Almighty God, move on us, Lord, hallelujah. Oh, make our heart one, Lord, hallelujah. Glory, glorious Spirit of God. Muli andiri bili mariola kanamandania. Simili bili ruguyunduruluru ya kama mama mama nandania. Egere gere maloriyo resandere biliru maliandere kelibia. Holy maliere shanduruluriyo lekere bilibia. Kamala me anduruluriyo shimemi anderi biliandere kedi malandenia. അവൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. അവൻ നിന്നെ അഭിഷേകിക്കുന്നു. അവൻ നിന്റെ അകത്ത് കയറി വരുന്നു. ഓ, അവൻ്റെ സാന്നിധ്യം, അവൻ്റെ പ്രസൻസ് ഇവിടെ നിറഞ്ഞു ഒഴുകുവാൻ അവൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. Glorious Holy Spirit. Kamalayandere beliandere karashandere belibia. Hallelujah. 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 Amen.
Hallelujah. Come like a mighty wind. Flow like a mighty wind. Speak to them. Touch them, Lord. Let their heart overflow, Lord. Thank you, Lord. Thank you. Shabalantana kashalabantani. Malakatara mashilakotaromash. Hallelujah. And I thank you, Lord. In Jesus' name. Amen. Amen. Please be seated.